ഹായ് ഹലോ ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് വീണ്ടും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എഡ്ഡിപിടി എന്നൊരു പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. പരിപ്പ് കറി പല ടൈപ്പിലും വെക്കും. തേങ്ങ അരച്ചിട്ട് വെക്കും, തേങ്ങ അരക്കാതെ വെക്കും, താളിപ്പായിട്ട് വെക്കും, പല രീതിയിൽ നമ്മൾ വെക്കുമല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന തരം ഒരു സ്റ്റൈലിലാണ് ഞാൻ വെക്കണത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സാധനങ്ങൾ കുറവാണെന്നുള്ളതൊന്നും ടേസ്റ്റിനെ ബാധിക്കണ കാര്യമല്ല കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ: കുക്കർ എടുത്തിട്ട് പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട്, തക്കാളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പച്ചമുളക് 4 or 5 ഒക്കെ എടുക്കുക. കുഞ്ഞു പിള്ളേരാണെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 ഒക്കെ എടുത്താലും മതി കേട്ടോ. ഇവിടെ അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാൻ 4-5 ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിൽ ഒരുമിച്ചിട്ടിട്ട് കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിലടിപ്പിക്കാൻ വെക്കാം കേട്ടോ. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ആവി മൊത്തം പോയതിൻ്റെ ശേഷം തുറന്ന് പരിപ്പ് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റി ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ വെച്ച് കഴിഞ്ഞാൽ ഇനി അധികം പണിയൊന്നുമില്ല കേട്ടോ. പണി ഇവിടെ കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളെ കടുക് ഇടാം കേട്ടോ. കടുക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ പണിയൊന്നുമില്ല. പണിയുടെ അവസാനിച്ച് തുടങ്ങിയിട്ടാ. ദേ കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിയട്ടെ. പൊട്ടിക്കഴിഞ്ഞിടുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇടാം കേട്ടോ. വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണ് കേട്ടോ. ആ ചുവന്നുള്ളി ഇട്ട് നന്നായി മൂപ്പിച്ച് വേപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടാ. നോക്കിയൊക്കെ എത്ര സിമ്പിളായിട്ടല്ലേ. വെറും 5 മിനിറ്റ് പോലും ആവണില്ല കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ. പരിപ്പ് കുക്കറിൽ കിടന്നൊന്ന് വേവണ ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. ചുവന്നുള്ളി മൂക്കാനും വേപ്പില മൂക്കാനും ഒക്കെ ഇപ്പോൾ എത്രത്തോളം സമയം വേണമെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. സിമ്പിളായിട്ട് വേഗം വന്നിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയിട്ടാ. ഇതൊക്കെ എല്ലാവരും ചെയ്യണതായിരിക്കും, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി കാണിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണല്ലോ. ഇതേ വേപ്പിലിട്ടിട്ടാ. ഉള്ളി മൂത്തു തുടങ്ങി. ഇനി ഇതിലേക്ക് പരിപ്പും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വേവിച്ച് വെച്ച് ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി രുചിയുള്ളൊരു പരിപ്പ് കറിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയണതല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എത്ര ചോറ് വേണമെങ്കിലും തിന്നാൻ പറ്റൂട്ടോ നമുക്ക്. ഇതിലേക്ക് ഒരു പപ്പടം പൊരിച്ചതോ ഉണക്കലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ടേസ്റ്റ് ആവും അല്ലേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് പപ്പടവും ഉണക്കലും ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു മുട്ട വറുത്തതാണ് ഉണ്ടാക്കണത്. അതിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കാൻ കേട്ടോ. ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കയ്യിലില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു നേരത്തെ ഫുഡൊക്കെ കഴിക്കാമല്ലേ. അപ്പോൾ നമുക്ക് മുട്ട വറുത്തത് എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടി നോക്കാട്ടോ. ഇതിനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. വലിയൊരു പണിയെന്നൊന്നും വിചാരിക്കാൻ ഇതിലും ഇല്ല. സബോള അങ്ങനെ നമ്മൾ ഒരു കോഴിമുട്ട വറക്കുമ്പോൾ എന്തൊക്കെ ഇടുക, സബോള പച്ചമുളകൊക്കെ ഇതിൽ കൊത്തി അരിഞ്ഞിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ നമ്മൾ കോഴിമുട്ട പൊരിക്കുക. ഇത് അതൊന്നുമില്ല കേട്ടോ. സബോള വേണ്ട, പച്ചമുളക് വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കണം എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണമെന്നില്ലേ. ഇതേ കണ്ടോ, പാൻ വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ. ഇനി നമ്മളിതിൽ ഇടാൻ പോണത് ഒരു നുള്ളു മുളക് പൊടിയാണ് കേട്ടോ. എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു നുള്ളു മുളക് പൊടി. ആ മുളക് പൊടി കരിഞ്ഞു പോവരുത്. തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാൻ. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് എല്ലായിടത്തേക്കും ഒന്നാക്കി ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയാൽ നമ്മൾ കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ണി പൊട്ടാതെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അല്ലാതെ പൊരിച്ചാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീയൊന്ന് കൂട്ടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ കോഴിമുട്ട ഇട്ട് കൊടുത്ത് ഞാൻ ഉണ്ണി പൊട്ടിക്കാതെയാണ് ഉണ്ടാക്കാറ്. എനിക്ക് ഒന്നും കൂടി ഇഷ്ടം തോന്നുക അങ്ങനെ കഴിക്കാൻ. അല്ലാതെ പൊട്ടിച്ച് കലക്കി ഒഴിച്ചാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് ഒഴിക്കണം. ഒഴിച്ച് കഴിഞ്ഞാൽ തീ കുറച്ചിട്ടുള്ളൂ കേട്ടോ. തീ കുറച്ചിട്ടിട്ട് ഉപ്പൊക്കെ വെതറിയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുക. നമുക്ക് അതിൻ്റെ അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മുളക് പൊടി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്നുകൊണ്ട് മൊരിഞ്ഞോട്ടെ കേട്ടോ. ആ മൊരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മറിച്ചിടാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് ഇതിനിട്ട് വട്ടം കറക്കണമെന്നല്ലേ. വെറുതെ ഒരു പ്രഹസനോ അല്ലാണ്ട് എന്താ, വട്ടം കറക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ കിടന്നാലും അത് മൊരിയും. പക്ഷേ ഞാൻ വെറുതെ ഒരു പ്രഹസനം കാണിക്കണതാണ് കേട്ടോ. അപ്പോൾ അത് ഏതാണ്ട് മൊരിഞ്ഞു തുടങ്ങി. മൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കുക. ഞാൻ മറിച്ചിടാനുള്ള ശ്രമമാണ് കേട്ടോ കാണുന്നത്. ഇതേ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മറിച്ചിട്ട് ഇനി ഒരു 2-3 മിനിറ്റ് സിമ്മിൽ തന്നെ കിടന്നോട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ കോഴിമുട്ട പൊരിച്ചത് റെഡി ആയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തുടർന്നും ഞാൻ ഉണ്ടാക്കുന്ന കുഞ്ഞു 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 വിഭവങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബായ്.